ചെങ്കോവിലറിലോ 6 അടിയോ ഇതിലെ ഒഴുകുന്നത്. ഞാൻ പമ്പാതീരത്താണ് താമസിക്കുന്നത്. പമ്പാ നദിയെ ഒഴുകാൻ തുടങ്ങിയിട്ട് ഏകദേശം 18,000 വർഷമായെന്നാണ് ഭൂമിശാസ്ത്രമൊക്കെ പറയുന്നത്. പുതിയ അറിവായിരിക്കും അല്ലേ? അതുപോലെ ഇതും ഏകദേശം അത്രയൊക്കെ വർഷം മുമ്പ് ഒഴുകിയതായിരിക്കും. അന്ന് ഇവിടുത്തെ അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്തായിരുന്നു ഇതിൻ്റെയൊക്കെ അവസ്ഥ? ഇന്നത്തെ ഇതിൻ്റെ അവസ്ഥയൊന്ന് ചിന്തിച്ച് നോക്കി. പമ്പാ നദീ തടങ്ങൾ അല്ലെങ്കിൽ ഈ അച്ചൻകോവിലാറ്, കേരളത്തിൽ 44 നദികളാണുള്ളത്. ഈ 44 നദികൾ ഇപ്പോഴ് ഒന്നിനും കൊള്ളത്തില്ല. അത് പറഞ്ഞാൽ നിങ്ങൾ സംശയിക്കും എന്താണെന്നുള്ളത്. എൻ്റെ ഒരു സ്നേഹിതന് അയാളുടെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഈ നദിയിലെല്ലാം പോയി വെള്ളം ശേഖരിക്കുക, അതിൻ്റെ തീരത്തുള്ള മണ്ണും ശേഖരിക്കും. എല്ലാം കൊണ്ടൊന്ന് പരിശോധിച്ചിട്ട് ഒന്നും കുടിക്കാനും കൊള്ളത്തില്ല, കുളിക്കാനും കൊള്ളത്തില്ല. മണ്ണ് മരിച്ചു കഴിഞ്ഞു, വെള്ളം അതുപോലെ തന്നെ മരിക്കാൻ തുടങ്ങുന്നു. ഇന്നത്തെ അവസ്ഥ, കാലാവസ്ഥയുടെ അവസ്ഥ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതിനെക്കുറിച്ച് പ്രസംഗിക്കാനോ പഠിപ്പിക്കാനോ ഒന്നുമല്ല. അത്രയ്ക്ക് മോശമായ അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ ഇതെല്ലാം പുണ്യ നദിയായിട്ട് ഇതിലെ വെള്ളം കുടിക്കുകയും കുളിക്കുകയും എത്രയോ ശുദ്ധമായ ജലം ദൈവം തമ്പുരാൻ നമുക്ക് സൃഷ്ടിച്ചു തന്നാണ്. അപ്പോൾ ഇത് മുഴുവനും മലിനീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ആശയം ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അതിൽ പരിസ്ഥിതി വിദഗ്ധൻ ഒരിക്കൽ എഴുതിയൊരു വാചകം ഞാൻ ഇപ്പോൾ ഓർത്തു പോവുകയാണ്. We are destroying the natural environment mercilessly. We are destroying the natural environment mercilessly. ഒരു കരുണയും കൂടാതെ ഈ അന്തരീക്ഷത്തെ നമ്മൾ മലിനീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നമ്മളാണ് ഉത്തരവാദികൾ, മറ്റ് മൃഗജാലങ്ങളല്ല, മനുഷ്യനാണ് ഇത്രയും ഇതിനെ നശിപ്പിക്കുന്നത്. ഞാൻ താല്പര്യമുള്ള ഒരു വിഷയം മനസ്സ് വന്നുകൊണ്ട് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഈ പള്ളിയിൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ, അതും ഈ പള്ളി ആരംഭിച്ചത് മുതൽ ഇവിടെ നിന്ന് ഉയർന്ന പ്രാർത്ഥനയുടെ ശബ്ദം എത്രയുമായിരിക്കുമെന്ന് ആർക്കെങ്കിലും കണക്ക് കൂട്ടാനൊക്കെ? ഇതൊരു സാധാരണ വലിയ പള്ളിയാണ്, 300 ചില്ലുവാനും വീടുണ്ടെന്നാണ് പറയുന്നത്. ആട്ടെ, ഒരു എ ഗ്രേഡിൽപ്പെട്ട ഒരു പള്ളിയാണ്. ഇവിടെ നമ്മുടെ മാതാപിതാക്കൾ ആദ്യമായിട്ട് വന്ന് പ്രാർത്ഥിച്ച ഒരവസരം ഇപ്പോൾ ആർക്കെങ്കിലും ചിന്തിക്കാനൊക്കും? അവരുടെ വേഷവിധാനം, അവരുടെ ഇതുപോലുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ലൈറ്റും ഇല്ല, ഫാനും ഇല്ല, AC ഇല്ല, കൂളറില്ല, ഒന്നുമില്ലാത്തൊരു കാലം. പക്ഷെ അവരോട്ട് കഴിഞ്ഞാൽ അത് തിരിച്ചു പോകത്തില്ല, പോകണ്ട. പക്ഷേ ഇപ്പോഴേ ആധുനികയുടെ അതിപ്രസരത്തിലാണ് നമ്മളെല്ലാം, വീട്ടിലായാലും പള്ളിയിലായാലും നാട്ടിലായാലും. പക്ഷെ അത് ഉപയോഗിക്കുന്ന രീതി നമ്മൾക്ക് വ്യക്തമായിട്ട് അറിയാൻ വയ്യ. പോട്ടെ, അത് വേറെ വിഷയമാണ്, സംസാരിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യമായിട്ട് ഈ ദേവാലയത്തിൽ നിന്ന് ഉയർന്ന പ്രാർത്ഥനയുടെ ശബ്ദം ഇന്നും ഈ അന്തരീക്ഷത്തിലുണ്ടെന്നുള്ള ഒരു ശാസ്ത്രീയ സത്യമാണ്. നമ്മുടെ കർത്താവ് ഗലീല കടൽ തീരത്ത് കൂടി നടന്നപ്പോൾ 2 വാക്ക് ഉപയോഗിച്ചു. ഫോളോ മീ, എൻ്റെ പിന്നാലെ വരിക. ആ 2 വാക്കിൻ്റെ ശക്തി ഇപ്പോഴും ഉണ്ടല്ലോ. അപ്പോൾ പാവപ്പെട്ട നമ്മൾ പാപികളായ നമ്മുടെ ശബ്ദത്തിനും ഒരു പരിധി കാണും. അതുപോലെ ഏകദേശം കർത്താവ് ഉച്ചരിച്ച 2 വാക്കുകളുടെ ശക്തി ഇന്നും നിന്നിട്ടില്ല, ഇനി നിലനിൽക്കുകയും ചെയ്യും. അതെന്താണെന്നുള്ളതാണ്. അതിനൊരു മാഗ്നറ്റിക് പവർ ഉണ്ടെന്നുള്ളതാണ്. ഒരു കാന്തി ശക്തി, കാന്തം എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്നതാണ്. ഇരുമ്പിനെ പ്രത്യേകിച്ച് ആകർഷിക്കും, വലിയ ആകർഷണമാണ്. അത് കേട്ട ഉടനെ ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസ് മുതൽ അന്ത്രോസ് മുതൽ യാക്കോബ്, യോഹന്നാൻ, തോമാ, ഫിലിപ്പോസ് ഇവരെല്ലാം
അപ്പനെ വിട്ടു, അമ്മയെ വിട്ടു, വള്ളം വിട്ടു, വല വിട്ടു, എല്ലാം ഉപേക്ഷിച്ച് ഈ ചെറുപ്പക്കാരൻ്റെ പിന്നാലെ പോയി എന്നുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വലിയ അടിസ്ഥാനം, വചനത്തിൻ്റെ വലിയ ശക്തി. അത് വളരെയേറെയാണ്. അതൊന്നും വിശദീകരിക്കുവാനല്ല, നമ്മൾ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഈ അന്തരീക്ഷത്തിൽ കർത്താവിൻ്റെ ശബ്ദമുണ്ട്. അത് നമ്മൾ പിടിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. തോമാസ് ശ്ലീഹ അത് പിടിച്ചെടുത്തു, മറ്റു ശ്ലീഹന്മാരെല്ലാം പിടിച്ചെടുത്തു. അതിൻ്റെ ശക്തി കൊണ്ട് അവർ ഈ ദേശം മുഴുവൻ സഞ്ചരിച്ചു. തോമാസ് ശ്ലീഹ യെരുസലേമെന്നോ അല്ലെങ്കിൽ പലസ്തീൻ നാട്ടിൽ നിന്ന് ഇവിടെ വരെ വന്ന ദൂരം ഒന്ന് അറിയാൻ സാധിക്കുക. കഴിയിപ്പം ഇതിനൊക്കെ അന്വേഷിച്ചാൽ കിട്ടുമായിരിക്കും. എത്രായിരം കിലോമീറ്റർ ഉണ്ടായിരുന്നു. എന്ത് ആത്മാവാണ് അദ്ദേഹത്തെ അതിൽ പ്രേരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവ് ഇറങ്ങി അഗ്നിതാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വസിച്ച് പ്രേരിതനായി എന്നുള്ളതാണ്. അതിനാണ് ദ സ്പിരിറ്റ് ഓഫ് സെൻറ്റ് തോമസ്. തോമസ് ശ്ലീഹായുടെ ആത്മാവ് എന്തായിരുന്നു, അല്ലെ പത്രോസ് ശ്ലീഹായുടെ ആത്മാവ് എന്തായിരുന്നു, മറ്റ് ശ്ലീഹന്മാരുടെ ആത്മാവ് എന്തായിരുന്നു? ദ സ്പിരിറ്റ് ഓഫ് ദി അപ്പോസിൽസ്. എന്തോ ഒരു ആത്മാവായിരുന്നു. എന്തു പീഡയും വന്നാലും അതിനെ നേരിടാനുള്ള ആത്മധൈര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പീഡകളൊക്കെ വരാൻ പോകുന്നു പറയുന്നു. ഒത്തിരി പീഡകൾ വന്നിട്ടുണ്ട്, സഹിച്ച സഹോദരന്മാരുണ്ട്. എത്രയോ സഹോദരന്മാർ, മൗദ്യാന്മാർ, ഇഹീദായക്കാർ, ദേറായക്കാർ, ഉനുവയന്മാർ എല്ലാവരും സഭയ്ക്ക് വേണ്ടി ത്യാഗം സഹിച്ചു. എന്തിനാണെന്നുള്ള ഒരു ചോദ്യം ഇപ്പോൾ ചോദിക്കാം. നമുക്ക് അങ്ങനെയൊന്നും പീഡകളൊന്നും ഇല്ല. പക്ഷേ ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാൻ നമുക്കൊരു വലിയ ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അത് അടുത്ത തലമുറയ്ക്ക് ഏൽപ്പിക്കുവാനും നമുക്ക് ബാധ്യതയുണ്ട്. പക്ഷെ അത് വലിയൊരു വൈതരണിയിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ പിടിച്ചാൽ പിടി കിട്ടാത്ത യുവതലമുറ, അവരാരും എന്നോട് കറിയിക്കരുത് കേട്ടോ, പരിഭവിക്കരുത്. യുവതലമുറ പിടിച്ചാൽ പിടി കിട്ടുകയില്ല. ഞാനൊരു അധ്യാപകനായിരുന്നു, 10-30 വർഷം അധ്യാപനം നടത്തി. പിന്നെ ഇടവക ഭരിച്ചു. പിന്നെ ഭദ്രാസൻ 2 നോക്കി. ഇത്രയും ആളുകളെ പരിചയമുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ യുവാക്കളോളം ധൈര്യമുള്ളവരും ആദർശധീരരും വേറെ ഇല്ല. നമ്മളെക്കാൾ അവർക്ക് 5 ഇരട്ടി വേഗത്തിൽ ഓടാൻ സാധിക്കും. വലിയ ആവേശമുണ്ട്. അവരെ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് വലിയ അനുഭവമുണ്ട്. ഈ അച്ഛൻ എൻ്റെ കൂടെ ഒരു യുവാവായിട്ട് താമസിച്ചതാണ്. അതിൻ്റെ ചരിത്രമൊന്നും പറയണ്ട. എൻ്റെ ഭദ്രാസന കേന്ദ്രം സുൽത്താൻ ബത്തേരിയിൽ നിന്ന് 150 കിലോമീറ്റർ അകലെയാണ് അച്ഛൻ്റെ വീട്, സ്വന്തം വീട്, കുടുംബം. അവിടുന്ന് വരുന്ന അവരൊക്കെ കൂടെ താമസിച്ചു. അങ്ങനെ അനേകരുണ്ട്. ഞാൻ കോളേജിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ചില പ്രേരണ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താ ചെയ്യാൻ പാടില്ലാത്തതാണ്. വീട് പണിയാൻ സഹായിക്കാം, പള്ളി പണിയാൻ സഹായിക്കണം. എനിക്ക് 2 പള്ളി പണിയാൻ സാധിച്ചത്, ഞാൻ 7 പള്ളിയോ 8 പള്ളിയോ പണിയിപ്പിച്ച് ഇവിടെ തുമ്പോൺ ബദ്ദാസിൽ, അതിൽ ബത്തേരിയിലും പണിത്. യുവാക്കളൊക്കെ ചെയ്ത സഹായം. പക്ഷെ ഇപ്പോഴ് അവരുടെ ചില ഡീവിയേഷൻസ്, അതർവൈസ് എൻഗേജ്ഡ് പഴയ ആ സ്വാഭാവികതയിൽ നിന്നോ വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒത്തിരിയേറെ വിഷയങ്ങൾ. പക്ഷേ അവരുടെ കഴിവുകൾ ഇന്ന് നമുക്ക് സഭയ്ക്കും സമൂഹത്തിനും ഉപയോഗിക്കാൻ തക്കവണ്ണം സാധിക്കുമെന്ന് കഴിഞ്ഞ വർഷം, ഒറ്റ വർഷം കൊണ്ട് 5 വീടുകൾ യുവാക്കൾ പണിത് കൊടുത്തു തുമ്പോൺ ഭദ്രാസൻ. അങ്ങനെ എന്തെല്ലാം സാധിക്കും. പോട്ടെ, അത് വേറെ വിഷയം. പിന്നെ MK വർഗീസ് അച്ഛന് വളരെ ചെറുപ്പം പോലെ എനിക്ക് പരിചയമാണ്. ഈ ഇടവക്കാൻ
പത്തനംതിട്ട ബോർഡിങ് സ്കൂളിൽ ബോർഡിങ്ങിൽ താമസിച്ച് പഠിച്ച. പിന്നെ അച്ഛൻ്റെ കുടുംബത്തിലെ സി ഒ വർഗീസത്തിന്, സി വി ശമുവലത്തിനൊക്കെ സി ഒ വർഗീസത്തിന് എൻ്റെ കൂടെ പട്ടമേറ്റ് ഈയിടെയാണ് ഈ ലോകവാസം വിട്ടത്. ഒന്നിച്ച് ഒരു ദിവസം പട്ടമേറ്റു. ഒരേ സമയത്ത് സെമിനാരിൽ പഠിച്ചു. പിന്നെ എന്നെ അമേരിക്കയിൽ കൊണ്ടുപോയത് അച്ഛൻ. ഞാൻ അമേരിക്കയിൽ പോകാൻ ഉദ്ദേശിച്ച ആളല്ല. മേൽപ്പട്ടക്കാരനായി കഴിഞ്ഞപ്പോഴാണ് പാസ്പോർട്ടൊക്കെ എടുത്തത്. ആവശ്യത്തിൻ്റെ പേരിൽ സുൽത്താൻ ബത്തേരിക്കൊക്കെ വേണ്ടി ഞാൻ പോയി. അച്ഛനാ എന്നെ 1-2 പ്രാവശ്യം അവിടെ കൊണ്ടുപോയത്. പോട്ടെ, അതൊക്കെ വേറെ വിഷയം. അങ്ങനെ ഇവരെയൊക്കെ പരിചയം. പിന്നെ ഈ സി ബി എച്ചിന് എൻ്റെ ഭദ്രാസനിലെ തുമ്പോൺ ഭദ്രാസനിൽ എൻ്റെ കൂടെ ഇപ്പോൾ സഹായിക്കാൻ വരുന്നൊരച്ഛന്. അതുകൊണ്ട് ഇന്ന് ഒരു പ്രത്യേക ദിവസം, ഞായറാഴ്ച, കുഷ്ഠരോഗികളുടെ ഞായറാഴ്ച. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നമ്മുടെ ഈ രാജ്യത്ത് വളരെ കുറവാണ്. കർത്താവിൻ്റെ കാലത്ത് കുഷ്ഠരോഗികൾ ഒരുപാടുണ്ടായിരുന്നു. അവരുടെ അവസ്ഥയെക്കുറിച്ച് കുഷ്ഠരോഗ ആശുപത്രി 100 ഞാൻ 1-2 പ്രാവശ്യം പോയി സന്ദർശിച്ചു. അതിൻ്റെയൊക്കെ അവസ്ഥ, അതിൻ്റെ അനുഭവിക്കുന്ന ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് വളരെയേറെ പരിതാപകരമാണ്. കർത്താവ് അവനിൽ മനസ്സലിഞ്ഞിട്ട് അവനെ തൊട്ടു എന്നുള്ളതാണ്. ബാക്കിയുള്ളവരോട് പറഞ്ഞു എഴുന്നേറ്റ് പോകാൻ പറഞ്ഞു, കിടക്കെടുത്തോളാൻ പറഞ്ഞു. ഈ രോഗികളോടുള്ള മനോഭാവം കർത്താവിൻ്റേത് എന്തായിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ രോഗികൾ ആശുപത്രിയിലോ ഭവനങ്ങളിലോ കിടക്കുന്നവരെയൊക്കെ ഒന്ന് പോയി കാണുകയാണെങ്കിൽ നമ്മൾക്കൊരു വലിയ വ്യത്യസ്തമായ ചിന്തയുണ്ടാകും. ഞാനൊരു സ്ഥാപനം ഒരു 40 വർഷം മുമ്പ് തുടങ്ങിയിട്ടുണ്ട്, വെച്ചൂച്ചിറ എരുമേലിക്കടുത്ത്. ആദ്യം വളരെ ചെറുതായിട്ട് തുടങ്ങിയതാണ്. ഞാൻ മെത്രാച്ചനാകുമെന്ന് വിചാരിച്ചതല്ല. കോളേജിലെ ജോലി കഴിഞ്ഞ് റിട്ടയർ ചെയ്യുമ്പോൾ അവിടെ പോയി ആ അരുവിയുടെ അടുത്ത് താമസിക്കണമെന്ന് വിചാരിച്ചു. ചെറിയ കെട്ടിടം പണിത്. പക്ഷേ ദൈവം അങ്ങനെയല്ല എന്നെക്കുറിച്ച് ഉദ്ദേശിച്ചിരുന്നത്. അത് 80കളിലായിരുന്നു. 89 ആയപ്പോഴത്തേക്ക് ഞാൻ ആ പള്ളിയിൽ വികാരിയായിരിക്കുമ്പോൾ എന്നെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തു. മേൽപ്പട്ടം കിട്ടിയിട്ട് ഞാൻ സുൽത്താൻ ബത്തേരിക്ക് അവിടെയും പോയി. ഒരിക്കൽ പോലും പോകുമെന്ന് വിചാരിച്ചതല്ല. പിന്നെ അവിടെ പോയി ഒരു 10-15 വർഷം ആ ഇടവക ഭദ്രാസനം ഭരിച്ചു. ഞാനീ പറഞ്ഞത് അവിടെ ആ തുടങ്ങിയ സ്ഥാപനം വെച്ചൂത്തർ തുടങ്ങിയത് പതുക്കെ വളർന്നു വന്ന് രോഗികളെ കൊണ്ട് നടന്നിരിക്കുക. ഇപ്പം 120 പേരുണ്ട്. 5-6 പേരും കൊണ്ട് തുടങ്ങിയതാണ്. അതിങ്ങനെ ഭംഗിയായിട്ട് നടക്കുന്നു. അപ്പോൾ ഈ കുഷ്ഠരോഗികളെയൊക്കെ അല്ലെ രോഗികളുടെ അടുത്ത് പോയിരിക്കുമ്പോൾ ഞാൻ അവിടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ നല്ല ബുദ്ധി ഉള്ളവരില്ല, കിടപ്പ് രോഗികളുണ്ട്, ഒരു ബോധവുമില്ലാത്തവരുണ്ട്, 100 വയസ്സുള്ളവരുണ്ട്, ചെറുപ്പക്കാർ സുഖമില്ലാത്തവരുണ്ട്. അവരുടെ അടുത്ത് ഒരു മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് തൊടണം, അവരെ ഒന്ന് കൈമുത്തിക്കാമെങ്കിൽ അവരുടെ സന്തോഷം കാണും. അപ്പോൾ നമ്മുടെ രോഗിയുടെ അടുത്ത് പോയി ഇരുന്ന് അവരെ ഒന്ന് സ്പർശിച്ച് അവരോട് ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനോഭാവം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. പിന്നെ അവിടെയൊക്കെ ഞാൻ പോകുമ്പോൾ രോഗികളായിട്ട് പള്ളി വരാൻ നിവൃത്തിയില്ലാത്തവരൊക്കെ ചിലപ്പോൾ കാണുമായിരുന്നു. ഞാൻ വീട് സന്ദർശിച്ച് അതിലേക്ക് നടന്ന് എനിക്ക് 4 കിലോമീറ്റർ നടന്നെങ്കിൽ ബസ് കിട്ടത്തുള്ളായിരുന്നു. അത് നടക്കുന്നതിനിടയ്ക്ക് അച്ചോ എന്ന് പറഞ്ഞ് കൈ കൊട്ടും. അപ്പം അടുത്ത വഴിയിറമ്പിലാണ്. അപ്പം ഞാൻ അവിടെ കയറി ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാവും അന്ന് പള്ളി വരാൻ വയ്യാത്തവരാ. അവരോട് ഒരു മിനിറ്റ് സംസാരിക്കുമ്പോഴത്തേക്ക് അവരുടെ പഴയ ചരിത്രമൊക്കെ കേൾക്കാം. എന്തോരോ സന്തോഷമാണെന്നറിയാം. പള്ളി വരാൻ ആരോഗ്യമില്ല. പക്ഷേ എനിക്ക് വരണമെങ്കിൽ ബസ് കിട്ടണം. ഒരു 5 കിലോമീറ്റർ നടന്നേ കിട്ടത്തുള്ളൂ. എൻ്റെ ബസ്സിങ്ങ് പോരും. ബസ് പോന്നാലും ഞാൻ പിന്നെ അവിടെ വന്നിട്ട് എരുമേലിക്ക് പോയിട്ട് തിരുവല്ലായി പോയിട്ട് ചെങ്ങന്ന് വന്നേച്ച് പത്തനംതിട്ട പോയിട്ടുണ്ട്. അത്രയ്ക്ക് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നാലും ഇവരുടെ അടുത്ത് ചെന്ന് ഇരിക്കുമ്പോഴത്തെ ആ ഒരു സന്തോഷം, നമ്മുടെ ഒരു അനുഭവം. പിന്നെ ഇപ്പോഴേ തുമ്പോൺ ഭദ്രാസനിലൊരു പാലിയേറ്റീവ് കെയറുണ്ട്. 500 വീട്
ആ അച്ഛന് ഗബ്രിയേൽ ജോസഫച്ചൻ എന്ന് പറയും, വടശ്ശേരിത്തെ ജോസഫച്ചൻ്റെ സഹോദരൻ്റെ മകനാണ്. 500 വീട് ഒരു മാസം. എല്ലാ ക്യാൻസർ രോഗികൾ, കിഡ്നി പേഷ്യൻസ്, മറ്റു രോഗികൾ, അവരുടെ എല്ലാം വീട്ടിൽ ചെന്ന് ഡോക്ടറുണ്ട്, നഴ്സസുണ്ട്, അവരെല്ലാം കണ്ട് അവർക്ക് ആവശ്യമുള്ള ശുശ്രൂഷ ചെയ്ത് ഒരു മാസം കൊണ്ട് 500 വീട് സഞ്ചരിക്കും. അതിൽ കൂടുതലും പോകും. അത് അവിടെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ സന്തോഷം അറിയുന്നത്. ഞാൻ ഒരു ദിവസം അവരുടെ കൂടെ തണ്ണിത്തോട്ടി പോയി, ഈ അച്ഛൻ്റെ കൂടെ. ഒരു ഇതര മതസ്ഥൻ, ഞാൻ ആരാന്ന് പറയുന്നില്ല, യാദൃശ്യമായിട്ട് എല്ലാവരെയും കാണുന്നുണ്ട്. അത് നമ്മുടെ സഭക്കാർ വേണമെന്നില്ല, ജാതി മത ഭേദമന്യേ ഇവരെ പോയി കാണുമായിരുന്നു. ഒരു ദിവസം ഞാൻ കൂടെ പോയി ഒരു വീട്ടിൽ ഒരു ഇതര മതസ്ഥൻ്റെ അവിടെ പ്രാർത്ഥിച്ചു. എന്തോ അയക്കുന്ന ഒരുമാതിരി സുഖം കിട്ടി. അയാൾ എന്നെ നടക്കാൻ വയ്യാത്ത ഒരുത്തൻ എന്നെ കാണാൻ പത്തനംതിട്ടയ്ക്ക് നടന്നു വന്നു, കോന്നിന്ന് നടന്നു വന്നു, 16 കിലോമീറ്റർ നടന്നു വന്നു. ഞാൻ പറഞ്ഞത്, രോഗികളോടുള്ള നമ്മുടെ മനോഭാവം കർത്താവിനുള്ളതുപോലെ ആയിരിക്കണമെന്നുള്ളതാണ്. അത് കുഷ്ഠരോഗിയോടായാലും അല്ലാത്തവരോടായാലും അവരെ തന്ന് അവരുടെ അടുത്തിരുന്നവരെ ഒന്ന് ശുശ്രൂഷിക്കുക. അത് നമുക്ക് ഏറ്റവും വലിയ സന്ദേശം തന്നത് നമ്മുടെ ഒസ്താത്യോസ് തിരുമേനിയാണ്. കുഷ്ഠരോഗികളുടെ കുഷ്ഠമില്ലാത്ത മക്കളെ വളർത്തി എത്രയോ സ്ഥാപനം, കലഹണ്ടിയിൽ, യാച്ചാരത്ത്, അവിടെ ഇവിടെ എല്ലാം. ഇന്നലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മ. ഞാനവിടെ പോയി സംബന്ധിച്ച് ഞങ്ങളുടെ എല്ലാം വലിയ ഗുരുവാണ്. എനിക്ക് വേദപുസ്തകം വായിക്കാൻ ആദ്യമായിട്ട് പരസ്യമായിട്ട് വായിക്കാൻ ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ എടുത്തു തന്ന അദ്ദേഹമാണ്. വീട്ടിൽ വെച്ചൊക്കെ വായിക്കുമായിരുന്നു. വേദപുസ്തകം എടുത്തു തന്ന് സെമിനാരിയിൽ ഇൻ്റർവ്യൂവിന് എടുത്തു തന്നവന് അന്ന് മുതൽ എന്തെല്ലാം ആവേശമാണ് സുവിശേഷത്തെക്കുറിച്ച്, വേദപുസ്തകം പഠിക്കുന്നതിനെക്കുറിച്ച്, ദശാംശം കൊടുക്കുന്നതിനെക്കുറിച്ച്. അങ്ങനെല്ലാം പഠിപ്പിച്ച ഒരു തിരുമേനിയുടെ ഓർമ്മ ഇന്നലെയാണ്. ഇന്ന് വട്ടശ്ശേരി തിരുമേനിയുടെ ഓർമ്മയ്ക്ക് ഇന്ന് ധൂപപ്രാർത്ഥന നടത്തി. അപ്പോൾ രോഗികൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുക, രോഗികളോടുള്ള മനോഭാവം നമ്മളൊന്ന് ഓർക്കുക, ചിന്തിക്കുക. ആ പരിശുദ്ധന്മാരുടെ അല്ലെങ്കിൽ സത്യവിശ്വാസികളായി വാങ്ങിപ്പോയ സകലരെയൊക്കെ ഓർക്കുമ്പോൾ അവരൊക്കെ ചെയ്ത നന്മകൾ നമുക്ക് അനുകരിക്കുവാൻ തക്കവണ്ണം സാധിക്കട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരിക്കൽ കൂടി ഈ ദേവാലയത്തിൽ വന്ന് വിശുദ്ധ ബലി അർപ്പിക്കുവാൻ എനിക്ക് ആരോഗ്യം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞു. ആരോഗ്യം പൂർണ്ണമായിട്ടൊന്നുമില്ല, അറിയാമല്ലോ. എങ്കിലും ഒരു വലിയ അനുഗ്രഹമായിട്ട് ആണെന്നുള്ളത് സംശയം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.